അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ബിസ്മില്ലാഹ്. ഇപ്പൊ 15-ാമത്തെ ജുസ് സൂറത്ത് ഇസ്രാ തുടങ്ങുകയാണ്. അപ്പം ഇതിന് സൂറത്ത് ഇസ്രാ എന്നും പറയുന്നതിന് ബനി ഇസ്രാ എന്നും ആ ഒരു പേരുണ്ട്. പിന്നെ നുബുവത്തിന്റെ 12-ാം വർഷം അവതരിച്ച സൂറത്താണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ തൊട്ട് മുമ്പ് അവതരിച്ച സൂറത്താണ്. ഇസ്രാ മിറാജ് യാത്രയോട് അനുബന്ധിച്ച് യാത്രയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആകാശ ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവാണ്. പ്രത്യേക സ്ഥാനവും പദവിയൊക്കെ നൽകി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. സൂറത്ത് തുടങ്ങുന്നത് തന്നെ തന്റെ ദാസനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്ത അള്ളാഹു എത്ര പരിശുദ്ധൻ സുബ്ഹാനല്ലാഹ് അല്ലെ. അങ്ങനെയാണ് സൂറത്ത് തുടങ്ങുന്നത് തന്നെ. അപ്പം അവിടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും പിന്നീട് അവിടുന്ന് ആകാശ ലോകത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോവാണ് അല്ലെ. ആ ഒരു സമയത്ത് പലതരം ശിക്ഷകളെ കുറിച്ചുള്ള ആ ഒരു ഭയാനകമായ കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സന്തോഷ വാർത്തകളും അല്ലെ, പല സ്വഹാബിമാരുടെ സ്ഥാനങ്ങളും പദവികളും എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂസ നബി അലൈഹി സ്വലാം വേദഗ്രന്ഥം നൽകുകയും മൂസ നബി അലൈഹി സ്വലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകുകയും അതുവഴി ബനി ഇസ്രായേലുകാർക്ക് വഴികാട്ടിയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ് അള്ളാഹ് കൽപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടാതെ ആരെയും നിങ്ങൾ കൈകാര്യകർത്താക്കളായി വെക്കരുത്. അതുപോലെ മക്ക മുശ്രിക്കീങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാമിനോടൊപ്പം കപ്പലിൽ കയറിയ ആ നല്ല സത്വിശ്വാസികൾ ഉണ്ടല്ലോ, അവരുടെ സന്താന പരമ്പരകൾ അല്ലെ പെട്ടതാണ്. അതുകൊണ്ട് ആ ഒരു പാരമ്പര്യം നിങ്ങൾ കാത്ത് സൂക്ഷിക്കുക തന്നെ വേണം എന്നൊരു കാര്യം കൂടി മക്ക മുശ്രിക്കീങ്ങളോട് പറയുന്നുണ്ട്. വീണ്ടും ബനി ഇസ്രായേലിന്റെ ഇടയിലേക്ക് അവരുടെ ഇടയിലേക്ക് തന്നെ വരികയാണ്. എന്താണ് അവർ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് 2 തവണ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുമെന്നും ധിക്കാരം ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. അവരുടെ ഗ്രന്ഥത്തിൽ ഓൾറെഡി മുന്നറിയിപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യും, 2 തവണ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും, അതേപോലെ ധിക്കാരം ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാലേ ബനി ഇസ്രായേലുകാര് പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അല്ലെ, മതനിയമങ്ങൾ ലംഘിക്കുമായിരുന്നു. അതേപോലെ ഭൂമിയിൽ അക്രമം പ്രവർത്തിക്കുകയായിരുന്നു, ഷിർക്കും കുഫ്റും ഒക്കെ ചെയ്തു പോയിരുന്നു അല്ലെ. അത് അവരുടെ സ്വഭാവമായിരുന്നു, ശീലമായിരുന്നു. ആ സമയത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാണിംഗ് കൊടുക്കുന്നുണ്ട് അല്ലെ. അവയിൽ ഏറ്റവും അതിരു കവിഞ്ഞ 2 അവസരങ്ങളെ പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകം താക്കീത് നൽകുന്നത്. ഒന്നാമത്തെ കുഴപ്പത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത് ഷഅയാ അലൈഹിസ്സലാം അതേപോലെ അർമിയ അലൈഹിസ്സലാം അവരുടെ ഒരു കാലഘട്ടത്തിലാണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കുഴപ്പത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത് സഖറിയ അലൈഹിസ്സലാം അതേപോലെ യഹ്യ അലൈഹിസ്സലാമിൻ കൊല്ലപ്പെട്ട ആ ഒരു സമയത്താണെന്നും പറയുന്നുണ്ട്. പ്രവാചകന്മാർ അവരോട് എത്രയോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ ലംഘിക്കരുത്, അതേപോലെ കുഴപ്പമുണ്ടാക്കരുത് എന്നൊക്കെ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യും? വീണ്ടും പഴയ പോലെ അവരുടെ ആ ഒരു തോന്നിയാസത്തിൽ മുഴുകി ജീവിക്കുക ചെയ്തത്. അങ്ങനെ ഇരിക്കെ ഒരു തവണ ശത്രുക്കളാൽ നല്ല ശത്രുക്കൾ അവരെ നശിപ്പിച്ചു. അതാണ് ആദ്യത്തെ കുഴപ്പത്തിന്റെ ഘട്ടം എന്ന് പറഞ്ഞത്. അവര് ശത്രുക്കളാൽ നല്ല നഷ്ടങ്ങളും നേരിടേണ്ടി വന്നു. കഠിനമായി നല്ല കരുത്തരായ ശത്രുക്കളായിരുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പിന്നീട് എന്തായാലും അവരെന്ത് ചെയ്തു? അവരുടെ നിലപാട് നന്നാക്കി. അവര് നന്നായി ജീവിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ അനുസരിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ റബ്ബ് അവരോട് കരുണ ചെയ്തു അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ഥിതിഗതികളൊക്കെ നന്നാക്കി കൊടുത്തു. അതുപോലെ അവർക്ക് സന്താനങ്ങളും അതേപോലെ വിജയവും അംഗബലമൊക്കെ നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു. പക്ഷെ വീണ്ടും പഴയ പടി തന്നെയായി. കുറച്ചു കാലം അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിച്ചു. പക്ഷെ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പം പഴയ പടി പോലെ തന്നെ മത നിയമങ്ങളെ ലംഘിച്ച് ഷിർക്കിൽ മുഴുകി. അങ്ങനെ നാട്ടില് വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് രണ്ടാമത്തെ കുഴപ്പം അല്ലെങ്കിൽ രണ്ടാമത്തെ ആ ഒരു കുഴപ്പം ബാധിച്ചത്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം 2 തവണ അള്ളാഹുവിന്റെ കോപത്തിന് നിങ്ങൾ പാത്രമാകേണ്ടി വന്നെങ്കിലും അവന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിലപാട് നന്നാക്കിയാൽ അല്ലെ, പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നിയമങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ റബ്ബ് എന്തായാലും നിങ്ങളോട് പുറത്തു തരും, നിങ്ങളോട് കരുണ കാണിക്കും. അതേ സമയത്ത് നിങ്ങൾ ഇത് വീണ്ടും ആവർത്തിച്ചാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിക്കും. എന്താ റബ്ബ് ആവർത്തിക്കുക അല്ലെ? അവരുടെ മേലെയുള്ള ശിക്ഷയും
അള്ള ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇന്നൊരു മുന്നറിയിപ്പും കൂടി റബ്ബ് അവർക്ക് നൽകുന്നുണ്ട്. പിന്നെ പരിശുദ്ധ ഖുർആനാണ് ഏറ്റവും നല്ല വഴികാട്ടി. സൽക്കർമ്മം ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് അതിമഹത്തായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ എപ്പോഴും നന്മയ്ക്ക് ധൃതി കാണിക്കുന്ന പോലെ തിന്മയ്ക്കും ധൃതി കാണിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതായത് മക്ക മുശ്രിക്കുകളും മുൻകഴിഞ്ഞ സമുദായങ്ങളെ ആളുകളെ പോലെ പറയുന്നു അല്ലെ, നീ ഞങ്ങളോട് എപ്പോഴും പറയുമല്ലോ ആകാശത്ത് നിന്ന് ശരക്കല്ല് വർഷിക്കുമെന്നും അതേപോലെ ഭൂമിയിൽ ഞങ്ങളെ ആഴ്ത്തപ്പെടുമെന്നും, എന്നാ ആ ശിക്ഷ ഒന്ന് കൊണ്ട് ഞങ്ങൾക്ക് ആ ശിക്ഷ തന്നോളൂ, അല്ലെങ്കിൽ ആ ശിക്ഷ നീ ഭയപ്പെടുത്തുന്ന ആ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുതരും എന്ന രീതിയിൽ അവർ സംസാരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷ വരട്ടെ എന്ന് ചില സമയത്തൊക്കെ സത്യവിശ്വാസികളായ ആളുകളും പ്രാർത്ഥിക്കും അല്ലെ. അവര് അങ്ങേയറ്റം ദ്രോഹിക്കുമ്പോൾ അവര് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ അവർക്കെതിരെ. അപ്പം ആ രണ്ട് രീതി സെക്കൻഡ് ഒരു സെക്കൻഡ് ഓക്കെ. അതുപോലെ പ്രപഞ്ചത്തെയും പകലിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അടയാളങ്ങളാക്കിയത്. രാവ് നമുക്കറിയാം, പകല് വെളിച്ചം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഇതെല്ലാം റബ്ബിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് അല്ലെ. പകലിനെ പ്രകാശപൂരിതമാക്കിയതും പിന്നെ രാവും പകലും വെച്ചല്ലേ കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും ഒക്കെ മനസ്സിലാക്കാനും അതുവഴി സാധിക്കുക തന്നെ ചെയ്യല്ലേ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്ത് ചിലർക്ക് മറ്റു ചിലരേക്കാൾ സ്ഥാനം നൽകിയിട്ടുണ്ട്. പക്ഷെ പരലോകത്തെ സ്ഥാനമാണ് ഏറ്റവും വലുത് അല്ലെ. അതാണ് ഏറ്റവും ഉത്കൃഷ്ടമുള്ളതും ഏറ്റവും മഹത്തായതും അത് തന്നെ. പിന്നെ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറെ ആരെയും നിങ്ങൾ ഇലാഹായിട്ട് സ്വീകരിക്കരുത്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുക, നിങ്ങൾ തീർച്ചയായിട്ടും അപമാനിതരാകും. പിന്നെ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്, ഓരോ മനുഷ്യന്റെയും ശകുനം അവന്റെ പിരടിയിൽ തന്നെയാണ്. വേറെ ഒന്നിനെയും കാണുമ്പോൾ അവന്റെ ശകുനം മാറൂല അല്ലെ. നമുക്കറിയാം അവിടെ പണ്ടൊക്കെ അറബികൾക്കിടയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കൂട്ടിൽ നിന്നൊരു പക്ഷി വലത്തേക്ക് പാറുകയാണെങ്കിൽ അത് ശുഭമാണ്, ഇടത്തോട്ട് പാറുകയാണെങ്കിൽ അത് അശുഭമാണ്. അതേപോലെ നമുക്കറിയാം അല്ലെ, ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ ചിലർ പറയും അതാ അന്ന് ആ ഒരു ദിവസം പോയില്ലേ. അതുപോലെ ചിലര് പിറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല, ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ പിറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ കുറച്ച് ആളുകളെ കാണുമ്പോൾ അത് നല്ലതാണ്, വേറെ ചിലരെ കണ്ടാൽ ആ ദിവസം പോയി, അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും പാടില്ല. ഓരോ മനുഷ്യന്റെ ശകുനം അവന്റെ പിരടിയിൽ തന്നെയാണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വേറൊല്ലേ, നമ്മുടെ നല്ലത് അല്ലെങ്കിൽ നമ്മുടെ ചീത്ത അത് നമ്മുടെ ഓരോ പ്രവൃത്തി പോലെ ഇരിക്കുക. അതായത് ഒരിക്കലും മറ്റുള്ളവരെ പഴിചാരണം, മറ്റൊന്നിലേക്ക് അത് പഴിചാരണ്ട. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർപ്പ് എഴുന്നേറ്റ് എന്താ സംഭവിക്കുക, കർമ്മരേഖ നൽകും അല്ലെ. ഓരോരുത്തർക്കും കർമ്മരേഖ നൽകുമ്പോൾ വലത് കയ്യില് ആർക്കാണ് കർമ്മരേഖ ലഭിച്ചത് അവര് സൗഭാഗ്യമാരായിരിക്കും അല്ലെ. അതുപോലെ ഓരോരുത്തരോടും തന്റെ കണക്ക് പുസ്തകം നോക്കാൻ ഓരോ ആളുകൾ അവനവൻ തന്നെ മതി. ആ ഒരു കർമ്മ പുസ്തകം വായിച്ചു നോക്കിയാൽ അവനവന്റെ കണക്ക് നോക്കാൻ അവൻ തന്നെ മതിയാകും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ ഒരാൾ നന്മ ചെയ്യുകയാണെങ്കിൽ, ഒരാൾ നേർവഴി സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം ആർക്കാ, അവന് തന്നെയാണ്. അതേപോലെ ആരെങ്കിലും വഴി പിഴച്ചു പോയാലോ അതിന്റെ ദോഷം അവന് തന്നെയാണ് അല്ലെ. പിന്നെ അതുപോലെ ഒരാളും മറ്റൊരാളുടെ പാപം ചുമക്കൂല. നമുക്കറിയാം പണ്ട് ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത്, ഈസാ നബി അലൈഹിസ്സലാം ആണല്ലേ അവരുടെ എല്ലാ പാപങ്ങളും ചുമക്കും, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല, അവര് മുക്തി നേടിയവരാണെന്ന രീതിയിൽ അവർ പറയല്ലേ. പക്ഷെ നമുക്കറിയാം മറ്റൊരാൾ ചെയ്തതിനെ പറ്റി ഒരിക്കലും ഒരാളോട് ചോദ്യം ചെയ്യില്ല അല്ലെ. അതേപോലെ നമ്മുടെ പാപം നമ്മൾ തന്നെ ചുമക്കേണ്ടി വരും, വേറൊരാളെ ചുമക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല അല്ലെ. വേറൊരാളും ചുമക്കൂല, നമ്മൾ തന്നെ നമ്മുടെ പാപം ചുമക്കുക തന്നെ ചെയ്യും. പിന്നെ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരു ദൂതനെയും അയക്കാതെ നാം ഒരു സമുദായത്തെയും ശിക്ഷിക്കൂല അല്ലെ. ഒരു മുന്നറിയിപ്പുകാരൻ വരാതെ ഒരു സമുദായത്തെയും അല്ലെങ്കിൽ ഒരു രാജ്യത്തെയും നാം നശിപ്പിക്കില്ല. പിന്നെ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു രാജ്യം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടെയുള്ള സുഖലോലുപന്മാർക്ക്, അതായത് പ്രമാണിമാര്, രാജാക്കന്മാര് അല്ലെ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകും, അല്ലെങ്കിൽ അവർക്കൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലെ. പിന്നെ പോലെ അള്ളാഹിനെ ആരാധിക്കണമെന്നും പിന്നെ നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന
ഉണ്ടാക്കരുത്, പിന്നെ അവനോടൊപ്പം വേറെ ആരെയും പങ്കു ചേർക്കരുത്, അങ്ങനെയൊക്കെ കുറെ മുന്നറിയിപ്പ് നൽകൂലേ. അതൊക്കെ ലംഘിക്കുമ്പോഴാണ് എന്ത് ചെയ്യാം, അവര് വീണ്ടും നാട്ടില് അതിക്രമങ്ങളും കുഴപ്പങ്ങളും അഴിച്ചു വിടുമ്പോൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ നശിപ്പിക്കുകയുള്ളൂ. പിന്നെ ഓരോരുത്തരും ചെയ്യുന്ന ആ തിന്മകള് നന്നായിട്ട് അറിയുന്നവനാണ് റബ്ബ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും അതേപോലെ കാണുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ആരെങ്കിലും ക്ഷണികമായിട്ടുള്ള ഈ ഇഹലോകമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കുക തന്നെ ചെയ്യും, വേഗം വേഗം കൊടുക്കും. ഒരാൾ നമുക്കറിയാം അല്ലെ, ചിലവർക്ക് നല്ല നല്ല എന്താ പറയാ പണം കുമിഞ്ഞു കൂടുന്നതും പിന്നെ കാറും സന്താനങ്ങളും അതേപോലെ വീടും അല്ലെ എല്ലാം വലിയ കുറേ ഉണ്ടാവും. പക്ഷെ അത് ക്ഷണികമാണ്. പരലോകമാണ് നമുക്കറിയാം നിലനിൽക്കുന്നത് അല്ലെ, അതും ഉത്തമമായിട്ടുള്ള വിഭവം. അപ്പൊ ആര് പരലോകം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നോ അവർക്ക് അത്തരക്കാർക്കുള്ള പരിശ്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്, അവരുടെ പരിശ്രമത്തിനുള്ളത് റബ്ബ് കൊടുക്കുന്നുണ്ട്. അപ്പം രണ്ടു കൂട്ടർക്കും അവരാഗ്രഹിച്ച രീതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്കുള്ള വഴിയൊരുക്കും, എളുപ്പാക്കി കൊടുക്കും. അതുപോലെ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളാണ്, കുറച്ച് കൽപ്പനകൾ ഈ സൂറത്തിൽ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ കൽപ്പന ഇന്നത്തെ എല്ലാ പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന പോലെ എന്താ പറയുന്നത്, അള്ളാഹിനെ അല്ലാതെ നിങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അല്ലെ. അതായത് ഇത് ആയത്ത് 23 അല്ലെ, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. പിന്നെ എന്നും പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അല്ലെ, അവരോട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വർത്തിക്കണം. എന്നിട്ട് കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട് അല്ലെ, അവരോട് എങ്ങനെയായിരിക്കണം നിങ്ങൾ വർത്തിക്കേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കണം, വലാ തഖുൽ ലഹുമാ ഉഫ് ല്ലേ, അതായത് അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ തന്നെയോ നിങ്ങളുടെ അടുത്ത് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ നീ അവരോട് ല്ലേ അങ്ങനെ എന്ന് പോലും അവരോട് നീ പറയരുത്. വലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ, അവരോട് നീ കയർക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ അല്ലെ, മാന്യമായ വാക്കാണ് നീ അവരോട് പറയേണ്ടത്. അതുപോലെ വഹ്ഫിദ് ലഹുമാ ജനാഹ ദുൽ അല്ലെ, കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. പിന്നെ പിന്നെ നമുക്ക് അല്ലെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥന അല്ലെ, റബ്ബേ അവര് എന്നെ ചെറുപ്പത്തിൽ നിന്ന് അവരെന്നെ വളർത്തി നോക്കിയതുപോലെ റബ്ബ് നീ അവരോട് കാരുണ്യം അല്ലെ കാണിക്കണമേ എന്നുള്ളത്. അപ്പൊ അവിടെ രണ്ട് റബ്ബ് ഉണ്ടല്ലോ, ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതേപോലെ രണ്ട് റബ്ബയാനി എന്ന് പറയുമ്പോൾ മാതാപിതാക്കള്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ റബ്ബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വസ്തുവിനെ ഘട്ടം ഘട്ടമായിട്ട് വളർത്തി കൊണ്ടുവരുന്നവനാണ് റബ്ബ്. അതിന് വേണ്ടിയിട്ടുള്ള വളവും പോഷണവും ഒക്കെ നൽകി, ഒരു ചെടിയെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു ചെടിക്ക് വേണ്ട അല്ലെ എല്ലാ കാര്യങ്ങളും വളവും പോഷണവും ബാക്കി എല്ലാ കാര്യങ്ങളും സൂര്യനും എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത് അതിനെ പൂർണ്ണ മരമായിട്ട് മാറ്റുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ പൂർണ്ണ ചെടിയെ മാറ്റുന്ന പോലെ തന്നെ നമ്മളെ ഓരോ ഘട്ടങ്ങൾ അല്ലെ, അപ്പൊ നമ്മളെ നോക്കി പരിപാലിക്കുന്നവനാണ് ആര്, നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ആ ഒരു റബ്ബ് എന്നുള്ള ഒരു പദം തന്നെയാണ് മാതാപിതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. പിന്നെ അതുപോലെ അപ്പൊ ആദ്യത്തെ കൽപ്പന അതായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം നിങ്ങൾ ആരാധിക്കാവൂ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. പിന്നെ അടുത്ത കൽപ്പന എന്താ, കുടുംബ ബന്ധം. കുടുംബ ബന്ധമുള്ളവന് അവന്റെ അവകാശം നീ നൽകുക, അഗതിക്കും വഴിപോക്കനും നീ അവകാശം നൽകണം. ധനം ധൂർത്തടിക്കരുത് അല്ലെ, ധൂർത്തടിക്കുന്നവർ ആരാണെന്നും കൂടി അള്ളാഹ് പറയുന്നുണ്ട്. ആരാണ്, പിശാചുക്കളുടെ സഹോദരന്മാരാണ് അവര്. ധനം ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. പിശാച് തന്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ റബ്ബിനോട് ഏറെ നന്ദി കെട്ടവരായി മാറും അല്ലെ. അപ്പൊ ഈ ധനം ധൂർത്തടിക്കുക എന്ന് പറയുമ്പോൾ ആവശ്യത്തിൽ കവിഞ്ഞ് ചെലവഴിക്കുക, അനുവദനീയമല്ലാത്ത വിഷയത്തെ വിനിയോഗിക്കുക, അതേപോലെ അനാവശ്യ വിഷയങ്ങൾ ചിലവഴിക്കുക, ഇതെല്ലാം ധനം ധൂർത്തടിക്കുന്നതിൽ പെട്ടതാണ്. പിന്നെ അടുത്തൊരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്, ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. മുമ്പുള്ള സൂറത്തുകളിൽ നമ്മൾ കണ്ടു അല്ലെ, ദാരിദ്ര്യം ഭയന്ന് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. കാരണം എന്താ, അവർക്കുള്ളതും നിങ്ങൾക്കുള്ളതും എല്ലാം ഉപജീവനം ആരുടെ കയ്യിലാണുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. അപ്പം അല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ, റബ്ബ് എല്ലാവരുടെ ഉപജീവനം റബ്ബ് ഏറ്റെടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പട്ടിണി വായന്നിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഭീമകാരമായിട്ടുള്ള അപരാധം തന്നെയാണ് അല്ലെ, ഭീമമായിട്ടുള്ള അപരാധം തന്നെയാണ്. പിന്നെ അതേപോലെ നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്നാ പറഞ്ഞത് അല്ലെ, വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചരിക്കരുത് എന്നല്ല പറഞ്ഞത്. കരീബ് അല്ലെ, കരീബ് നമുക്കറിയാം, അടുത്ത് പോലും പോവരുത്. അത് നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാണ്.
അതെ, പിന്നത്തെ വലിയ വിഷയം അല്ലെ, പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ കൽപ്പനയായിട്ട് പറയുന്നത്, അനാഥയുടെ സ്വത്ത് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. അനാഥയുടെ സ്വത്ത് ഒരിക്കലും അന്യായമായിട്ട് തിന്നാൻ പാടില്ല അല്ലെ. അവർക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാപ്തി എത്തുന്നവരെ നിങ്ങളത് നല്ല രീതിയിൽ തന്നെ അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യണം. അത് ഒരിക്കലും നിങ്ങൾ അതിൽ നിന്ന് കയറ്റ് വരാൻ നോക്കരുത്. അടുത്ത കൽപ്പനയായിട്ട് പറയുന്നത്, നിങ്ങൾ അളന്നു കൊടുക്കുകയാണെങ്കിൽ അളവ് കറക്റ്റ് ആയിരിക്കണം അല്ലെ, കൃത്യമായിരിക്കണം. ഒരു 100 ഗ്രാം ഒരു വസ്തു നമ്മൾ അളന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 98 ഗ്രാം ആയാൽ പോരാ അല്ലെ. അങ്ങോട്ട് ഏറിയാലും കുഴപ്പമില്ല, ഒരു 2 ഗ്രാം പോലും കുറഞ്ഞു പോകരുത്. കാരണം എന്താ, അങ്ങനെ കുറഞ്ഞു പോയാല് നാളെ അള്ളാഹിന്റെ കോടതിയിൽ നമ്മൾ അതിന് ഉത്തരം നൽകുക തന്നെ വേണം. പിന്നെ നിന്റെ അറിവില്ലാത്ത യാതൊരു കാര്യത്തിന്റെ പിന്നാലെ നീ പോകരുത്. അതായത് ഊഹം അല്ലെ, ഊഹം ഒന്നും പാടില്ല. എങ്ങനെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അത് കാതുകൊണ്ട് കേൾക്കണം, കണ്ണുകൊണ്ട് കാണുകയും ചെയ്യണം. അത് മാത്രം പോരാ അല്ലെ, ചില സമയത്ത് അത് രണ്ടിലും നമുക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം. അപ്പൊ ഹൃദയം കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുകയും വേണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു അറിവ് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്, എന്താണ്, നിങ്ങളുടെ കാഴ്ച, കേൾവി, ഹൃദയം ഇതെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അടുത്തതായിട്ട്, നീ ഭൂമിയിൽ അഹന്തതയോടെ നടക്കരുത് അല്ലെ. നിനക്ക് ഭൂമിയെ പിളർത്താനോ അല്ലെങ്കിൽ പർവ്വതത്തിന്റെ അല്ലെ ആ ഒരു അത്ര ഉയരത്തിലെത്താനോ സാധിക്കില്ല. അതുകൊണ്ട് നീ വിനയത്തോടു കൂടി അല്ലെ, താഴ്മയോടു കൂടി ഭൂമിയിൽ നടക്കുക. ഒരിക്കലും അഹന്തത എന്റെ എല്ലാം എന്റെ ആണെന്നുള്ള രീതിയിൽ നീ നടക്കരുത്. പിന്നെ വീണ്ടും അത് കൽപ്പന അവസാനിക്കുന്നത് എവിടെ നിന്നാണ്? ആദ്യത്തെ കൽപ്പന എന്താ? അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന അവസാനിപ്പിക്കാൻ വീണ്ടും പറയുന്നത്, അള്ളാഹോടൊപ്പം നീ വേറൊരു ഇലാഹിനെയും സ്വീകരിക്കരുത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ആൺമക്കളും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങൾ പെൺമക്കളെയാണോ അല്ലെ, മലക്കുകളിൽ നിന്ന് പെൺമക്കളെയാണോ നിങ്ങൾ നിശ്ചയിക്കുന്നത്? നിങ്ങൾക്ക് പെൺമക്കൾ എന്ന് പറയുമ്പോൾ അത് വളരെ നിന്ദ്യരായ പോലെ അല്ലെങ്കിൽ അപമാനമാണ്. എന്നിട്ട് റബ്ബിന് നിങ്ങൾ എന്ത് ചെയ്യാണ്, പെൺമക്കളെ കൊടുക്കുകയാണ് അല്ലെ, പെൺമക്കളെ ചാർത്തി കൊടുക്കുകയാണ്. അതും ഗുരുതരമായ തെറ്റാണ് അല്ലെ, ഗുരുതരമായ വാക്കുവാണിത്. പിന്നെ ഖുർആനെ മനസ്സിലാക്കാൻ വേണ്ടി ധാരാളം ഉപമകള് മനസ്സിലാക്കാം, പല 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 രീതിയിൽ അല്ലെ, അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും അവർ ഖുർആനെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്, അവർ മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ അവിശ്വാസികൾ എന്താ, അവരെപ്പോഴും പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. പിന്നെ അതുപോലെ പണത്തിന്റെ വിഷയത്തിൽ തന്നെ വേറൊരു കാര്യം വിട്ടുപോയി, അതായത് നിങ്ങൾ ഒരിക്കലും പിശുക്ക് കാണിക്കുകയും ചെയ്യരുത്. അതേപോലെ അമിതവ്യയവും പാടില്ല. അതായത് പിശുക്ക് കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ജനങ്ങളുടെ അള്ളാഹുവിന്റെ ഒരു ആക്ഷേപത്തിന് നിങ്ങൾ വിധേയരാകും. അതേ സമയത്ത് വ്യയം എന്ന് പറഞ്ഞാല് നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ കൂടി എല്ലാം കൂടി നിങ്ങൾ ചെലവഴിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഉള്ളത് നഷ്ടപ്പെട്ട് നിങ്ങൾ ദുഃഖക്കാരനായി തീരുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാലോ, അത് നമ്മളെ ഭക്ഷണ കാര്യത്തിലൊക്കെ പറയുന്നില്ല, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, പക്ഷെ വല തസ്രിഫുല് നിങ്ങൾ എന്താ അമിതവ്യയം പാടില്ല എന്നുള്ള. അപ്പൊ എല്ലാത്തിലും ഒരു ബാലൻസ് ചെയ്യണം അല്ലെ. അപ്പൊ അത് പണം ചെലവഴിക്കുന്ന വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾ പിശുക്കും കാണിക്കരുത്, അമിതവ്യയവും പാടില്ല, അതിനിടയിൽ നിങ്ങൾ നിൽക്കണം അല്ലെ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുന്നത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം ഇടുങ്ങിയതുമാക്കുന്നത്, അതെല്ലാം അള്ളാഹിന്റെ ഒരു കണക്കാണ് അല്ലെ, അവൻ ഉദ്ദേശിച്ച പ്രകാരമാണ്. അത് ഒരിക്കലും തഖ്വയുള്ളവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ തഖ്വ കുറഞ്ഞവർക്ക് അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് ഇടുങ്ങി കൊടുക്കുന്നു, അങ്ങനെയൊന്നുമല്ല. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് രണ്ടും പരീക്ഷണമാണ് അല്ലെ, അവരെങ്ങനെയാണ് അതിന് എടുക്കുന്നതെന്ന് അറിയാൻ. പിന്നെ അതുപോലെ ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ അല്ലെ. അത് നമുക്ക് അവരുടെ ആ പ്രകീർത്തനം നമുക്ക് കേൾക്കാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരു വസ്തുവും ഒഴിവില്ല അല്ലെ, എല്ലാ വസ്തുക്കളും, ആകാശഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയുന്നത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിന്റെയും അവിശ്വാസിയുടെയും ഇടയിൽ ഒരു മറ ഉണ്ടായിരിക്കും. അള്ളാഹ് ഒരു മറ ഇട്ടിരിക്കും. അവരുടെ ഹൃദയത്തിൽ ഒരു മൂടി വെക്കും. അതേപോലെ അവരുടെ ചെവിയിൽ ഒരു ഭാരവും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും അത് കേട്ട് മനസ്സിലാക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്താൽ അവർ കേൾക്കുന്ന മട്ടിൽ നിൽക്കും. പക്ഷെ അവര് അവര് പതുക്കെ പറയലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തോ മാരണം ബാധിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും. പിന്നെ അവര് ചോദിക്കുന്നുണ്ട്, എന്താ, നമ്മളെല്ലാം മരിച്ചതിന് ശേഷം, എല്ലുകൾ നുരുമ്പി പോയതിനു ശേഷം അള്ളാഹു വീണ്ടും ഒരു പുനർജീവിതോ, അതെ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ അവര് ചോദിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, നിങ്ങൾ കല്ലോ ഇരുമ്പോ അല്ലെങ്കിൽ അതിലും വലിയ പാറയായിക്കോട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ എന്തായാലും
ഉയർത്തി എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും അല്ലെ. പിന്നെ അപ്പൊ ആരാണ് ഇത് തങ്ങളെ ഈ പുതിയ ജീവിതത്തിൽ അല്ലെങ്കിൽ പുനർജീവിതത്തിൽ കൊണ്ടുവരാന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം സൃഷ്ടിച്ചവനായിട്ടുള്ള റബ്ബ് തന്നെ അല്ലെ നിങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കും. പിന്നെ അത് അടുത്തുണ്ടാവോന്നും കൂടി അവർ ചോദിക്കുന്നത്. അപ്പൊ എന്താ പറയണ, അപ്പൊ അത് അടുത്ത് തന്നെ സംഭവിക്കും അല്ലെ, വളരെ അടുത്ത് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ആ ഒരു അന്ത്യദിനം എന്നുള്ളത് വളരെ അടുത്ത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ പരലോകത്ത് എത്തിയാല് എല്ലാവരുടെയും ചിന്തയല്ലേ ഇഹലോകത്ത് വളരെ കുറച്ച് ദിനം മാത്രമേ താമസിച്ചിട്ടുള്ളൂ എന്ന രീതിയിൽ. പിന്നെ അതുപോലെ നല്ല വാക്ക് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്. എല്ലാവരോടും സത്യവിശ്വാസികളാവട്ടെ പരസ്പരം നിങ്ങൾ നല്ല വാക്ക് പറയാം, മറ്റുള്ളവരോട് നല്ല വാക്ക് തന്നെ സംസാരിക്കണം എന്നുള്ള റബ്ബ് പറയുന്നുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ നിങ്ങൾ ആരാധിച്ചവര് നാളെ പരലോകത്തെത്തുമ്പോൾ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച നിങ്ങൾക്ക് വരുന്ന ഉപദ്രവം അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്നും തടുക്കാൻ അവർക്കൊന്നും പറ്റില്ല അല്ലെ, അവർക്ക് തട്ടി മാറ്റാൻ അത് പറ്റൂല. പിന്നെ അപ്പൊ അവരെന്താ പറയാ, അള്ളാഹുവിനെ അപ്പൊ അവരൊരു ന്യായം പറയുന്നുണ്ട്. അള്ളാഹുവിനെ ആരാധിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് അവന്റെ സാമീപ്യം സിദ്ധിക്കുവാൻ തക്ക അർഹത തങ്ങൾക്കില്ലെന്നും അതുകൊണ്ടാണ് അവന്റെ സാമീപ്യം സിദ്ധിച്ചവരെ തങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് മക്ക മുശ്രിക്കുകൾ പറയുന്നത്. അവർക്ക് അതിനുള്ള അർഹതയില്ല നേരിട്ട് വിളിക്കാൻ, അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു റാങ്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് തങ്ങൾ എന്താണ് ഇടയാളന്മാരെ വെക്കുന്നതെന്നാണ് അവരുടെ വാദം. പക്ഷേ നിങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ അവരിൽ ഏറ്റവും അടുത്തവർ അതായത് പ്രവാചകന്മാരും മലക്കുകളൊക്കെ അള്ളാന്റെ കാരുണ്യം ആശിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അതില് പ്രവാചകന്മാരും മലക്കുകളൊക്കെ റബ്ബിന്റെ ആ ഒരു കാരുണ്യം ആശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തോന്നുകയാണ് അല്ലെ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല പ്രാർത്ഥിക്കാൻ. അങ്ങനെയല്ലേ എപ്പോഴും കുറെ പേര് ഉള്ളത്. അതായത് നമുക്ക് അള്ളാനെ തൊട്ടാ കൊള്ളു അല്ലെ, നേരിട്ട് നമ്മളെ വിളിച്ച് പ്രാർത്ഥിച്ചാല് അത് പറ്റൂല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇടയാളന്മാരെ വെക്കുകയാണ്. അപ്പൊ അവര് അള്ളഹാനോട് ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അപ്പൊ അവര് മുഖേന നമ്മൾക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആരോട് വെച്ചാൽ അള്ളഹാനോട് തന്നെ. പക്ഷെ ഇടയിൽ ഒരു ദൂതൻ അല്ലെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഇടയാളന്മാരുണ്ടാവും. അപ്പൊ അത് പാടില്ല അല്ലെ. നമ്മളെ അള്ളാഹ് ഏറ്റവും ഇഷ്ടം എന്താ, തന്റെ അടിമ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് അല്ലെ. അവർ എത്രത്തോളം ദുആ ചെയ്യുന്ന അത്രത്തോളം റബ്ബ് അവനോട് അടുക്കുക തന്നെ ചെയ്യും. പിന്നെ രക്ഷിതാവ് മുഴുവൻ മനുഷ്യരെയും വലയം ചെയ്തിരിക്കുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ ദൃഷ്ടാന്തം ഉണ്ടല്ലോ, അത് എന്തിനാന്നും കൂടി പറയുന്നുണ്ട്. എന്തിനാ, ജനങ്ങൾക്കൊരു പരീക്ഷണമായിട്ടാണ്. അത് ആരതിൽ വിശ്വസിക്കുന്നുണ്ടോ അതിൽ വിശ്വസിക്കുന്നില്ല എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മിറാജ് യാത്രയെ കുറിച്ചൊക്കെ അറിഞ്ഞ സമയത്ത് അല്ലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇത് കളിയാക്കിക്കൊണ്ട് അറിഞ്ഞില്ലേ നിന്റെ കൂട്ടുകാരന്റെ അവസ്ഥ, കൂട്ടുകാരന് ഭ്രാന്ത് പിടിച്ചെന്നുള്ള രീതിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് പറഞ്ഞപ്പോ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞോ എങ്കിൽ ഞാൻ വിശ്വസിച്ചു, വേറെ ഒന്നുമില്ല അല്ലെ. ഉടനെ വിശ്വസിക്കുക ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ സിദ്ദീഖ് എന്നുള്ള ഒരു പേര് തന്നെ ലഭിക്കാനുള്ള കാരണം. അപ്പൊ അതേ സമയത്ത് വിശ്വസിച്ച ചില ആൾക്കാർക്ക് ചെറിയൊരു സംശയത്തിന് ഇടവരുകയും ചെയ്തു. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ, ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആരത് വിശ്വസിച്ചു ആരത് വിശ്വസിച്ചില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടി പറയാം. ഒരു വൃക്ഷത്തിന്റെ ഖുറാനിലെ ശപിക്കപ്പെട്ട വൃക്ഷത്തെ നാം പരീക്ഷണമാക്കിയിരിക്കുന്നതാണ്. അപ്പൊ സക്കൂം എന്നുള്ള വൃക്ഷത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. കാരണം അത് എന്താ അവിശ്വാസികൾക്കുള്ള അല്ലെ നരകത്തിലുള്ള അവരുടെ ഭക്ഷണം കൂടിയാണ് അതിന്റെ പഴങ്ങളൊക്കെ. അപ്പൊ അതൊരു പരീക്ഷണമാക്കിയിട്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെയും പിന്നെ സൃഷ്ടിപ്പായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സുജൂദ് ചെയ്തു അല്ലെ, പക്ഷെ ഇബ്ലീസ് ഒഴികെ. എന്നിട്ട് ഇബ്ലീസിന്റെ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ലെ ന്യായീകരണമാണല്ലേ എന്താ പറയണത്, ഞാന് ആദമിനേക്കാൾ ഉയർന്നവനാണ്. കാരണം ആദം വെറും കളിമണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, അതേസമയത്ത് ഞാനോ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവനെ സുജൂദ് ചെയ്യില്ല എന്ന രീതിയിലാണ് ഇബ്ലീസ് പറയുന്നത്. പക്ഷെ എന്നിട്ടും അത് മാത്രല്ല വെല്ലുവിളിക്കും അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിക്കുക. എന്താ വെല്ലുവിളിക്കുക, നിന്റെ അടിയാന്മാരിൽ കുറച്ചു പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യുന്നു പറയും. അപ്പൊ റബ്ബ് എന്താ പറയാ, ആയിക്കോട്ടെ അല്ലെ, നീയും നിന്നെ പിന്തുടരുന്നവരും നിന്നോടൊപ്പം എന്താ നരകത്തിൽ പോകും അല്ലെ. നിന്നെ ആരൊക്കെ പിന്തുടരുന്നോ അവരോട് നിന്നോടൊപ്പം അവരും നരകത്തിൽ പോകുക തന്നെ ചെയ്യും. പക്ഷേ എന്റെ ദാസന്മാരിൽ സദ്വൃത്തരായല്ലേ, എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാവില്ല. അവരുടെ രക്ഷാധികാരിയായിട്ട് ആരാള്, ഞാൻ തന്നെയാണല്ലേ അവരുടെ രക്ഷാധികാരിയായിട്ടുള്ളത്. പിന്നെ അതുപോലെ പറയുന്നുണ്ട്, നീ അവർക്കെതിരെ എന്തൊക്കെ വേണമെങ്കിൽ നീ ചെയ്തോ, കുതിരപ്പടയും കാലാൾപ്പടയും ഒക്കെ നീ വിളിച്ചു കൂട്ടിക്കോ, സ്വത്തുക്കളും സന്താനങ്ങളും ഒക്കെ നീ അവരുടെ ഒപ്പം പങ്കുചേരുകയും അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തോളാം. പക്ഷെ
എന്താ എന്റെ നല്ലവരായിട്ടുള്ള അടയാളന്മാരെ നിനക്ക് തൊടാൻ പറ്റൂല. പിന്നെ അതുപോലെ പിശാച് അവരോട് ചെയ്യുന്ന ആ വാഗ്ദാനം അത് വഞ്ചന മാത്രമാണെന്നും കൂടി റബ്ബ് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ പറയുന്നൊരു വിഷയം കടലില് പിന്നെ കപ്പലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധേയമാക്കി തന്നവൻ ആരാണ്? റബ്ബാണ് അല്ലെ. അത് നമുക്കറിയാം കടൽമാർഗ്ഗം അത് എന്തിനു വേണ്ടിയാണ്? അവന്റെ ഔദാര്യത്തിൽ നിന്ന് തേടുവാൻ വേണ്ടി. നമുക്കറിയാം 90% അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമുക്ക് കയറ്റുമതി ഇറക്കുമതി പിന്നെ കച്ചവടമൊക്കെ നടക്കുന്ന കടൽ മാർഗ്ഗമാണ് അല്ലെ. വരുമാനത്തിന്റെ മുഖ്യ പങ്കും കടൽ മാർഗം വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അത് അള്ളാഹിന്റെ വലിയൊരു കാരുണ്യമാണ്. എന്താണ്? കടലിനെയും അല്ലെ കപ്പലിനെയൊക്കെ നമുക്ക് മെരുക്കി തന്നതും കപ്പലിനെ നമുക്ക് യാത്രാ സൗകര്യമാക്കി തന്നതും പിന്നെ അതുവഴി ഈ പറഞ്ഞ പോലെ കച്ചവടങ്ങളൊക്കെ നമുക്ക് റബ്ബ് എളുപ്പമാക്കി തന്നതൊക്കെ നമ്മളോടുള്ള അങ്ങേയറ്റ കാരുണ്യം അല്ലെ. നമുക്കറിയാം പല പല സൂറത്തുകളിലും ഈ പറഞ്ഞ പോലെ കടലിനെയും കപ്പലിനെയും കുറിച്ചുള്ള ഒരു പരാമർശനം ഉണ്ട് അല്ലെ. പിന്നെ അതുപോലെ കടലിൽ വെച്ച് എന്തെങ്കിലും ഒരു ആപത്ത് ആർക്കെങ്കിലും നേരിട്ടാല് അവരെന്താ ചെയ്യാ? അവര് അള്ളാനെ മാത്രം വിളിക്കൂ അല്ലെ. സെക്കൻഡ് സോറി ട്ടോ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ കരയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫായി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. കരയിൽ നിന്ന് വല്ല വിപത്തുകളും സംഭവിച്ചാലോ വല്ല ചരൽമഴ നിങ്ങൾക്ക് മേലെ ഏൽക്കുകയോ പിന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ ആരെ രക്ഷിക്കും? അല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ വീണ്ടും കടലിലേക്ക് പോകുമ്പോൾ ഇതേ പറഞ്ഞ പോലെ വല്ല കടൽക്ഷോഭോ ഒക്കെ വന്നാൽ നിങ്ങൾ ആരാണ് രക്ഷിക്കുക അല്ലെ? അവര് ചിന്തിക്കുന്നില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു അല്ലെ, ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അവർക്ക് കടലിലെയും കരയിലെയും എല്ലാം അവർക്ക് സഞ്ചരിക്കാനുള്ള മാർഗങ്ങൾ നൽകി, അവർക്ക് ഉത്തമമായിട്ടുള്ള ആഹാരങ്ങൾ നൽകി അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. പിന്നെ അതുപോലെ മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം ആർക്കാണ് വലത് കൈയിൽ കർമ്മരേഖ അല്ലെ, കർമ്മരേഖ ആർക്ക് വലത് കൈയിൽ ലഭിച്ചോ അവരാണ് വിജയിച്ചവര്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയോ? അവര് നിന്നെ വഴി തെറ്റിക്കാൻ നോക്കുന്നുണ്ട്. മുശ്രിക്കീങ്ങൾ അല്ലെ, അവര് പല തവണയായിട്ട് നിന്നെ വഴിതെറ്റിക്കാൻ നോക്കുന്നുണ്ട്, പല മാർഗങ്ങളിലൂടെ വഴിതെറ്റിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ മേൽ വല്ലതും കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നീ എങ്ങാനും അങ്ങനെ ചെയ്തു പോയണ്ടല്ലോ, അവർ നിന്നെ ഉറ്റമിത്രങ്ങളാക്കും അല്ലെ. അഥവാ അവരുടെ പക്ഷം ചേർന്നിട്ട് അവർ ഇച്ഛിച്ച പോലെ കാര്യങ്ങൾ നീ ചെയ്യുകയാണെങ്കിൽ അവർ നിന്നെ ഉറ്റമിത്രങ്ങളാക്കും. വന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, നിന്നെ നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നീ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. നിന്നെ നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നീ ഉറപ്പായിട്ടും അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിലോ ഇരു ലോകത്തും ഇരട്ടി ശിക്ഷ നാം നൽകുന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ, ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ നമുക്കെതിരെ നിന്ന് നിന്നെ സഹായിക്കാൻ ആരെയും നീ കണ്ടെത്തൂല, ആരും ഉണ്ടാവൂല അല്ലെ എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ 28-ാമത്തെ ആയത്തിലാണ് പറയുന്നത് നമസ്കാരത്തെ കുറിച്ച് അല്ലെ. സൂര്യൻ ആകാശം മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്ന വരെ നിശ്ചിത സമയങ്ങളിൽ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള ആ പ്രഭാത നമസ്കാരം നിലനിർത്തുക. തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് അല്ലെ. ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ. ആ ഒരു സമയത്ത് സുബഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള അല്ലെ ആ ഒരു പിന്നെ അതേപോലെ നമസ്കാരത്തിലേക്കുള്ള ആ ഒരു ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നത് തന്നെയാണ്. പിന്നെ അതുപോലെ തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, രാത്രിയിൽ നിന്ന് അല്പസമയം നീ ഉറക്കമുണർന്ന് അതോടൊപ്പം ഖുർആൻ പാരായണത്തോടെ നമസ്കരിക്കുകയും ചെയ്യുക. അത് നിനക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാണ് അല്ലെ. എന്നിട്ട് പറയുന്നുണ്ട്, മഖാമൻ മഹ്മൂദ, നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായിട്ടൊരു സ്ഥാനത്ത് നിയോഗിച്ചേക്കാം.
പിന്നെ അതുപോലെ ആ പ്രാർത്ഥന അല്ലെ, എന്റെ രക്ഷിതാവെ സത്യത്തിന്റെ പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ അല്ലെ. അതായത് സത്യത്തിന്റെ മാർഗത്തിലൂടെ അല്ലെ, എവിടെ ഏത് നമ്മൾ എങ്ങനെ പ്രവേശിച്ചാലും അത് സത്യത്തിന്റെ പാതയിലൂടെ ആയിരിക്കണം. അതേപോലെ എന്തിൽ നിന്നും പുറത്തു വന്നാലും എന്തായിരിക്കണം, അത് സത്യത്തിന്റെ മാർഗത്തിലൂടെ തന്നെ ആയിരിക്കണം അല്ലെ. അപ്പൊ നിന്റെ പക്കൽ നിന്ന് എനിക്ക് സഹായകമായിട്ടുള്ള ഒരു ആധികാരിക ശക്തി നീ ഏർപ്പെടുത്തി തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം ഖുറാൻ അല്ലെ, ഖുറാന് ഷിഫാവും പിന്നെ റഹ്മത്തുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പിന്നെ റൂഹിനെ, അടുത്തൊരു വിഷയം റൂഹിനെ പറ്റി ചോദിക്കാന് അവര് നിന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. പറയുക എന്റെ രക്ഷിതാവിന്റെ അടുത്ത് മാത്രമാണ് അല്ലെ അതിന്റെ ഒരു റൂഹിന്റെ വിഷയം, അത് റബ്ബിന് മാത്രമാണ് ആ ഒരു കാര്യം അറിയുള്ളൂ. അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ എല്ലാ അറിവും നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള വേണ്ട അല്ലെ. അപ്പം ഇത് റബ്ബിന്റെ അടുത്തുള്ള പക്കലുള്ള ഒഴിവായിട്ടുള്ള അറിവാണ്. അതൊരിക്കലും നിങ്ങൾ തേടാൻ പോകണ്ട. പിന്നെ ഖുർആനെ പോലെ ഒന്നും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് വെല്ലുവിളിക്കുന്നുണ്ട്. അതൊരിക്കലും നിങ്ങൾക്ക് പറ്റൂല. പിന്നെ അതുപോലെ ഖുർആനിൽ ധാരാളം ഉപമ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം ഓരോ ഉപമയും അല്ലെ, നമുക്ക് കാര്യം മനസ്സിലാക്കാനാണ് എന്താ ഉദാഹരണങ്ങൾ നൽകുന്നത്. നമുക്കൊരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്കറിയാം മനസ്സിലായിട്ടില്ലെങ്കിൽ ഉദാഹരണങ്ങൾ പറഞ്ഞ് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരും അല്ലെ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം ഉപമകൾ നൽകിയിട്ടുണ്ട്. എന്തിനാ? ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ എന്ന രീതിയിൽ. ഇനി 90 മുതൽ 93 ആയത്ത് വരെ എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് വെല്ലുവിളിക്കുകയാണ്. നീ ഈ പോയി എന്നൊക്കെ പറഞ്ഞല്ലോ, മിറാജിന്റെ ഇസ്രാ മിറാജ് നടത്തി, പിന്നെ ആകാശത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് നിന്നെ വിശ്വസിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നീ കൊണ്ടുപോകാന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് വെല്ലുവിളിക്കുകയാണ്. എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയോ? ഭൂമിയിൽ നിന്ന് ഒരു ഉറവ ഒഴുക്കിത്താ, ഈന്തപ്പനം അതേപോലെ മുന്തിരി തോട്ടങ്ങൾ നീ ഞങ്ങൾക്ക് താ, അതിന്റെ ഇടയിലൂടെ സമൃദ്ധമായിട്ട് അരുവികളും ഒഴുകണം. അതുപോലെ ഈ പറഞ്ഞ പോലെ ആകാശത്ത് നിന്ന് ഞങ്ങൾക്ക് ശിക്ഷ ഇറക്കി തരൂ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൂട്ടം കൂട്ടം ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകാം. ഇങ്ങനെ എന്തൊക്കെയല്ലേ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. പിന്നെ അതുപോലെ നീ ഒരു കാര്യം ചെയ്യ്, സ്വർണം കൊണ്ടൊരു വീട് നീ ഉണ്ടാക്ക്. അതൊക്കെയാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. അതേപോലെ ആകാശത്തിലേക്ക് നീ കയറി പോകൂ, ഖുർആൻ ഒരു ഗ്രന്ഥമായി ഞങ്ങൾക്ക് ഇറക്കിത്താ. ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നാല് ഞങ്ങള് വിശ്വസിക്കാം അല്ലെ. അങ്ങനെയാണ് അവര് പറയണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയണത്? അതിന് മറുപടി ആയിട്ട് പറയണത് സുബ്ഹാന അല്ലെ, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്ത ഇല്ലാ ബശറൻ റസൂല അല്ലെ. എന്താ പറയണത്? നബിയെ പറയുക, എന്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ, ഞാനൊരു മനുഷ്യൻ മാത്രമായ ദൂതനാണ് അല്ലെ. ഞാനൊരു റസൂലാണ്, പക്ഷെ അതോടൊപ്പം മനുഷ്യനുമാണ്. അല്ലാതെ എനിക്ക് സ്വന്തത്തിന് വല്ല ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ ഒന്നും പറ്റൂല അല്ലെ. ഞാൻ കാണിക്കുന്ന ദൃഷ്ടാന്തം എന്താ? അതെനിക്ക് റബ്ബ് അനുവദിച്ചു തന്നതാണ്. അല്ലാതെ എനിക്ക് സ്വന്തത്തിന് ഒരു ദൃഷ്ടാന്തങ്ങളും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഞാൻ സാധാരണ മനുഷ്യൻ തന്നെയാണ്, റസൂലായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ അതുപോലെ പറയുന്നുണ്ട്. ഇനി ഇതാണ് അവർക്കൊരു പ്രയാസം, അതായത് അവർക്ക് എന്തുകൊണ്ട് മലക്കിനെ ഇറക്കി കൊടുത്തില്ല എങ്കിൽ അവർ വിശ്വസിച്ചെന്നാണോ അവര് പറയുന്നത്. പക്ഷെ അത് വെറും വാക്കാണ് അല്ലെ, അവര് പൊള്ളയായിട്ടുള്ള വാക്കാണ്. പിന്നെ ഭൂമിയിലുള്ള ആളുകള് ശാന്തരായി പോകുന്ന മലക്കുകളായിരുന്നെങ്കിൽ നാം ഒരുപക്ഷെ അവരിലേക്ക് മലക്കിനെ നിയോഗിക്കുമായിരുന്നു, അവരിലേക്കുള്ള ദൂതനായിട്ട് മലക്കിനെ നിയോഗിക്കുമായിരുന്നു. പക്ഷെ മനുഷ്യരാണല്ലേ ഭൂമിയിലുള്ളത്. അപ്പം അവരുടെ ഇടയിൽ തന്നെ ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയാണ്. അത് അള്ളാന്റെ ഇഷ്ടമാണ് അല്ലെ, അള്ളാന്റെ ചോയ്സ് ആണ്. അതിൽ നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് അവരോടുള്ള ഔദാര്യം കൂടിയാന്ന് പറയുന്നുണ്ട് അല്ലെ. അവരോടുള്ള ആ ഒരു കാരുണ്യം അല്ലെങ്കിൽ ഔദാര്യം കൂടിയാണ് പ്രവാചകന്മാര് പറയുന്നുണ്ടല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായിട്ട് ആര് മതി? അല്ലാഹ് തന്നെ മതി. അപ്പം അല്ലാഹ് തന്നെ മതി എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള സാക്ഷിയായിട്ട്. പിന്നെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ നേർവഴിയിലാക്കിയോ അവര് നേർമാർഗം പ്രാപിച്ചു അല്ലെ. അതേപോലെ ആരെ ദുർമാർഗത്തിലാക്കിയോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറൊരു രക്ഷാധികാരിയും അവർക്ക് കണ്ടെത്താൻ പറ്റില്ല. അതേപോലെ അവരെങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ വരികയെന്നും പറയുന്നുണ്ട്. മുഖം നിലത്ത് കുത്തിക്കൊണ്ട് അന്ധരും ബധിരരും
ഊമകളുമായിട്ടായിരിക്കും അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക. കാരണം എന്ത് ചെയ്യുന്നു, ഭൂമിയിലുള്ള സമയത്ത് അവര് കണ്ണുകൊണ്ട് കണ്ടില്ല അല്ലെ, അതുകൊണ്ട് അവര് ഭൂമിയിലുള്ള സമയത്ത് അന്ധരായിട്ടാണ് ജീവിച്ചത്. അതേപോലെ ബധിരരായിട്ട്, നല്ലതൊന്നും അവർ കേട്ടില്ല. പിന്നെ അതുപോലെ അല്ലെ നല്ലതൊന്നും അവര് പറയുകയും ചെയ്തു, ഉമ്മകളായിരുന്നു. അപ്പൊ എന്താ, ഉയർത്തെഴുന്നേൽപ്പ് നാളിലും ഇതേപോലെ തന്നെ റബ്ബ് എന്താ അവരെ ഒരുമിച്ച് കൂട്ടും. പിന്നെ നരകം അവർക്കുള്ള എന്താ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം തന്നെയാണ് അല്ലെ അവർക്ക് നൽകുക എന്ന് പറഞ്ഞത്. പിന്നെ അത് അണഞ്ഞു പോകുമ്പോഴൊക്കെ അവർക്ക് ജ്വാല കൂട്ടിക്കൊടുക്കുന്നു അല്ലെ, ഒരിക്കലും അതിലെ ജ്വാല കെട്ടുപോകൂല അല്ലെ. അണയാൻ തുടങ്ങുമ്പോഴേക്കും റബ്ബ് അതിങ്ങനെ ആളി കത്തിച്ചുകൊണ്ടിരിക്കും. റബ്ബ് നമ്മളെല്ലാരും കത്തി സംരക്ഷിക്കാമേ. പിന്നെ അടുത്തത്, അത് എന്തുകൊണ്ടാണ് അവർക്ക് ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു അല്ലെ. അതേപോലെ പരലോക വിശ്വാസം ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇനിയൊരു അല്ലെ എല്ലുകളും പിന്നെ എല്ലാം നുരുമ്പി പോയതിനു ശേഷം വീണ്ടും ഒരു പുനർജീവിതം അത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് അവര് വിശ്വസിച്ചു അല്ലെ. അപ്പൊ പരലോക ജീവിതം അവര് വിശ്വസിച്ചിരുന്നില്ല. അതേപോലെ റബ്ബിനെ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെല്ലാം അവര് നിഷേധിച്ച് തള്ളി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നബിയെ താങ്കളെ മാത്രമല്ല മുമ്പുള്ള ആളുകളും പ്രവാചകന്മാരും ധാരാളം ദൃഷ്ടാന്തങ്ങളായിട്ട് അവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അവരത് വിശ്വസിച്ചിട്ടില്ല. അപ്പൊ പുതുതായിട്ട് പല ദൃഷ്ടാന്തങ്ങളും അവർക്ക് ഇറക്കി കൊടുത്തിട്ടും കാര്യമില്ല. അവരുടെ മനസ്സിൽ ഹൃദയം മൂടി വെച്ചവരാണ് അല്ലെ, അല്ല മൂടപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ ഇടയിൽ ഇനി എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ, ഞാൻ പറഞ്ഞ മുമ്പുള്ള സുഹൃത്തുക്കൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ, മരിച്ചവർ എണീറ്റ് അവരോട് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ മലക്കുകളിൽ വന്ന് അവരോട് സംസാരിച്ചാൽ ഒന്നും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അത് അവരുടെ പൊള്ളയായിട്ടുള്ള വാക്കുകളാണ്. എന്താണ്, ഇപ്പൊ നേരത്തെ കണ്ട പോലെ ഖുർആൻ ഒരു ഗ്രന്ഥമായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്, ഞങ്ങൾക്ക് തന്നിട്ടുള്ള അല്ലെ നൽകിയിട്ടുള്ള ഒരു ഗ്രന്ഥമായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ കുറേ പറയുന്നുണ്ടല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ അത് വെറും വാക്കുകളാണ്, അവര് മനസ്സിലത് ഉദ്ദേശിച്ച പോലും ഇല്ല. അപ്പൊ ഇവിടെ പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാം 9 ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് നൽകിയില്ലേ. എന്നിട്ട് ഫിറഔൻ എന്താ പറഞ്ഞത്, നീ മാരണം ബാധിച്ച ആള് തന്നെയാണെന്നാണ് ഫിറോൻ പറയുന്നത്. നമുക്കറിയാലോ മജീഷ്യൻസ് അല്ലെ, അവര് വിശ്വസിച്ചപ്പോ എന്താ ഫിറോൻ പറഞ്ഞത്, ഇപ്പഴാണ് കാര്യം പിടികിട്ടിയത്, എന്ത് നീ ഇവരുടെ ഉസ്താദാ അല്ലെ, നീയാണ് ഇവരെ ഈ മാജിക് പഠിപ്പിച്ചതെന്നാണ് ഇവരെ മാജീഷ്യൻസിനോട് അല്ല മൂസ നബിയെ ഉദ്ദേശിച്ചുകൊണ്ട് മജീഷ്യൻസിനോട് പറഞ്ഞത്. ഇപ്പഴാ എനിക്ക് കാര്യം പിടികിട്ടിയത്, നിങ്ങളെ മാജിക് പഠിപ്പിച്ച ആരാ, മൂസ നബി എന്നുള്ള രീതി. അപ്പൊ മൂസ നബി മരണം ബാധിച്ച ആളാണ് ഫിറോൻ പറയാം. അങ്ങനെ മൂസാ നബി ഫിറോനോട് പറയുന്നുണ്ട്, എന്താ പറയുന്നത് അറിയോ, ഈ ദൃഷ്ടാന്തങ്ങൾ റബ്ബ് മുഖേനയാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇതെല്ലാം റബ്ബ് മുഖേനയാണ് നൽകിയിട്ടുള്ളതെന്ന്. പക്ഷെ എന്നിട്ട് നീ എന്താ നിഷേധിച്ച് തള്ളുകയാണ് അല്ലെ. അപ്പൊ ഹേ ഫിറോൻ, നീ നാശം നടഞ്ഞവൻ തന്നെയാണ് എന്ന് അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. എനിക്ക് നാശം അല്ലെ, നീ നാശം അടഞ്ഞവൻ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നതെന്ന്. അപ്പൊ ഫിറോന് അറിയാം ഇതൊക്കെ സത്യമാണല്ലോ, പക്ഷെ എന്നിട്ടും എന്താ വെറുതെ നിഷേധിക്കുക ചെയ്യുന്നത് അല്ലെ. പിന്നെ സത്യത്തോടു കൂടിയാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ചതും അവതരിപ്പിക്കപ്പെട്ട എല്ലാം സത്യത്തോടു കൂടി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള ഡ്യൂട്ടി എന്താണ്, സന്തോഷ വാർത്ത അറിയിക്കുക, അതേപോലെ അവർക്ക് താക്കീത് നൽകുക അല്ലെ. ഇത് രണ്ടേ ഉള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള ഡ്യൂട്ടി. അവരെ വിശ്വസിപ്പിക്കൽ എന്താ നിന്റെ മേലുള്ള ഡ്യൂട്ടി അല്ല അല്ലെ, അത് റബ്ബിലേക്ക് വിട്ടുകൊടുക്കുക. പിന്നെ അതുപോലെ പറയുന്നുണ്ട്, നീ ജനങ്ങൾക്ക് സാവകാശമായി ഓതി കൊടുക്കേണ്ടതിനാൽ ഖുർആനെ നമ്മൾ പല പല ഭാഗങ്ങളായിട്ട് നൽകിയിരിക്കുന്നു, വേർതിരിച്ചിരിക്കുന്നു. അതിനെ അതുപോലെ ക്രമേണ ഇറക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ പറയുന്നുണ്ട്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നിങ്ങൾ ഇതിൽ വിശ്വസിച്ചു കൊള്ളുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക, അത് നിങ്ങളുടെ ചോയ്സ് അല്ലെ. പക്ഷെ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഞാൻ നൽകപ്പെട്ടവരാരോ അവർക്ക് ഇത് വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ അവര് പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുക. അപ്പൊ വിശ്വസിക്കുന്ന ആളുകൾ അല്ലെ, മുൻകാല വേദഗ്രന്ഥങ്ങളും അതേപോലെ ഇത് സത്യമാണെന്ന് അറിഞ്ഞ് വിശ്വസിക്കുന്ന ആളുകൾ എന്താ, അവര് പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുന്നതാണ്. അവര് പറയും എന്താ, ഞങ്ങളെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ, തീർച്ചയായിട്ടും ഞങ്ങളെ വാഗ്ദാനം നടപ്പിലാക്കുന്നത് തന്നെയാകുന്നു. പിന്നെ സുജൂദിന്റെ ആയത്താണ് അല്ലെ. പിന്നെ അവർ കരഞ്ഞുകൊണ്ട് മുഖംകുത്തി വീഴുകയും അവർക്ക് വിനയം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച്, അതായത് നിങ്ങൾ അല്ലാഹു റഹ്മാൻ അല്ലെ, നിങ്ങൾ അല്ലാഹു എന്ന് വിളിച്ചോളുക അല്ലെങ്കിൽ അർ-റഹ്മാൻ എന്ന് വിളിച്ചോളുക, എന്ത് തന്നെയാലും അവനാകുന്നു എന്ത്, അസ്മാഉൽ ഹുസ്ന അല്ലെ. എല്ലാം നല്ല നാമങ്ങളും ഉത്കൃഷ്ടമായ നാമങ്ങളൊക്കെ എന്താ, അത് അള്ളാഹുവിനെ ആകുന്നു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അബ്ദുള്ള പേരിടുമ്പോൾ അല്ലെ, അബ്ദുള്ളയ്ക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാമം അത് അബ്ദുറഹ്മാൻ തന്നെയാണ്. പിന്നെ അതുപോലെ
ഒരു കൽപ്പനയും കൂടി പറഞ്ഞു, നീ ഒരിക്കലും പ്രാർത്ഥന നീ ഉച്ചത്തിലാക്കരുത്, പതുക്കെയുമാക്കരുത് അല്ലെ, മിതമായിട്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇസ്ലാമിൽ എന്ത് നോക്കിയാലും മാഷാ അല്ലെ, അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ്, എല്ലാം ഒരു മിത രീതിയിലല്ല പോകുന്നത്, എല്ലാം ഒരു ബാലൻസ് ചെയ്തിട്ട് മിത രീതിയിൽ പോകാനാ. അപ്പൊ ഇത് പ്രാർത്ഥന അതുപോലെ തന്നെ, നീ ഉച്ചത്തിലാക്കുകയും ചെയ്ത് പതുക്കെ ആക്കുകയും ചെയ്ത് അതിനിടയിൽ ഒരു മാർഗം നീ തേടിക്കൊള്ളുക. പിന്നെ സൂറത്ത് അവസാനിക്കുന്നത്, സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും നിന്നതിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനായ അള്ളാഹുവിനാകുന്നു സ്തുതിയിലെ. അൽഹംദുലില്ലാ. ഇപ്പൊ സുബ്ഹാനല്ലാഹ് തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ അല്ലെ അവസാനിപ്പിച്ചു. പിന്നെ എന്ന് പറയുകയും അവനെ ശരിയായ വണ്ണം നീ മഹത്വപ്പെടുത്തുകയും അല്ലെ, വകബ്ബിർഹു തക്ബീറ. അപ്പം സൂറത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഇനി നമുക്ക് സൂറത്ത് കഹ്ഫ് അല്ലെ, അത് ഒരുവിധം എല്ലാവർക്കും പരിചയമായിട്ടുള്ള അറിയുന്ന സൂറത്താണല്ലോ അല്ലെ. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സൂറത്ത് തുടങ്ങുന്നതിന് അപ്പൊ അതിനിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് മക്ക മുശ്രിക്കീങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലെ, കുറച്ച് ചോദ്യങ്ങള് ഗുഹാവാസികളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതേപോലെ ദുൽഖർനൈനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, പിന്നെ ഖിളർ നബിയെ കുറിച്ച് ചോദിക്കുന്നത്, അതും മൂസ നബി തമ്മിലുള്ള ഒരു സംഭാഷണം അല്ലെ, അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവര് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് റബ്ബ് അറിയിച്ചു കൊടുക്കുകയാണ് അല്ലെ. പിന്നെ സൂറത്ത് തുടങ്ങുന്നത് ഈ അൽഹംദുലില്ലാ. ഇവിടുത്തെ സൂറത്ത് ഇസ്രാ അവസാനിച്ച് നമ്മളല്ല അൽഹംദുലില്ലാ അല്ലെ, അത് ഇവിടെ സൂറത്ത് തുടങ്ങുന്നത് വീണ്ടും അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ അല്ലെ, തന്റെ ദാസന്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും അതിനൊരു വക്രതയും വരുത്താത്ത റബ്ബിനാണ് അല്ലെ സർവസ്തുതിയും. പിന്നെ നമുക്കൊരു വക്രതയോ ഒന്നും പറഞ്ഞല്ലോ, നമുക്ക് തുടങ്ങുന്നവരല്ല ലാ റൈബ അല്ലെ, ഒരു സംശയത്തിനിടയിൽ അതേപോലെ ഒരു വക്രതയും ഇതിനില്ല. പരിശുദ്ധ ഖുർആനിലില്ല. പിന്നെ അത് ഏറ്റവും ചൊവ്വായ രീതിയിൽ തന്നെയാണ് അത് ഇറങ്ങിയിട്ടുള്ളതും. പിന്നെ അതേപോലെ കഠിനമായ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകാനും സൽക്കർമ്മം പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഉത്തമമായിട്ടുള്ള അല്ലെ അജറൻ ഹസന, ഉത്തമമായിട്ട് പ്രതിഫലം ഉണ്ടെന്നുള്ളത് സന്തോഷവാർത്ത അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധ ഖുർആൻ നാം ഇറക്കിയത് അല്ലെ. പിന്നെ അതിന്റെ പ്രതിഫലം അവരെന്നും ആസ്വദിച്ച് കഴിയുന്നവരായിരിക്കും. പിന്നെ അവര് അടുത്തതായിട്ട് പറയുന്നത് മക്ക മുശ്രിക്കീങ്ങളെ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സന്താനത്തെ കൽപ്പിച്ചിരിക്കുന്നു. അത് വളരെ ഗുരുതരമായ ഒരു വാക്കാണ് അല്ലെ. അവർക്കോ അവരുടെ പിതാവിനോ അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല, എന്നിട്ടും വായിൽ നിന്ന് വരുന്ന വാക്ക് വളരെ ഗുരുതരമായിരിക്കും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനാല് ആര് വിശ്വസിച്ചോ, ആര് ഈ സന്ദേശത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ അവർ പിന്തിരിഞ്ഞു പോയാലും നീ അതിന്റെ പേരിൽ അല്ലെ ദുഃഖിക്കണം, നീ ജീവൻ ഒടുക്കുന്നതിനേക്കാൾ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വിഷമാണ് അല്ലെ, അവര് വിശ്വസിച്ചിരുന്നെങ്കിൽ വളരെ ഇങ്ങനെ വിഷമിച്ച് എങ്ങനെയെങ്കിലും അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അത്രയും നമ്മള് പറയുന്നല്ലോ, സത്യവിശ്വാസികൾ അങ്ങേയറ്റം കാരുണ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഇറങ്ങിയത് അല്ലെ, സൃഷ്ടിപ്പ് പറയുന്നത്. അപ്പൊ അവര് വിശ്വസിച്ചില്ല എന്നുള്ള പേരിൽ നീ നിന്റെ ജീവൻ ഒന്ന് പെടുത്തണ്ട അല്ലെ. അത് അവരുടെ ചോയ്സാണ്. അവര് വിശ്വസിച്ചില്ലെങ്കിൽ അത് അവർക്ക് തന്നെ, അവർ വിശ്വസിച്ചാലും അവർ വിശ്വസിച്ചില്ലെങ്കിലും അത് അവർക്ക് തന്നെ അല്ലെ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഭൂമുഖത്തെല്ലാം റബ്ബ് ഒരു അലങ്കാരമാക്കിയിരിക്കുകയാണ് അല്ലെ, മനുഷ്യരിൽ ഏറ്റവും നല്ല രീതിയിൽ ആരാണ് പ്രവർത്തിക്കുന്നത് അറിയാം. അപ്പൊ ഇത് മുഴുവൻ സീനത്താണ്. എന്തിനു വേണ്ടിയിട്ട്? ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇനിയാണ് ഗുഹാവാസികളുടെ ഒരു കഥ പറയുന്നത് അല്ലെ. അത് പറയുന്നത് ഒരു വിഗ്രഹ ആരാധന ചെയ്യുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ജനങ്ങളെല്ലാം നിർബന്ധിച്ചിട്ട്, രാജാവിന്റെ പേര് പറയുന്നുണ്ടല്ലോ, ദക്കിയാനൂസ് അല്ലെ, അങ്ങനെ രാജാവിന്റെ പേര് പറയുന്നത്. അപ്പൊ അവര് നിർബന്ധിച്ച് ജനങ്ങളെ വിഗ്രഹാരാധന ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം യുവാക്കൾ അതിൽ നിന്ന് മാറി നിന്നു. യുവാക്കളല്ലേ, അവർക്ക് കുറച്ച് ഒഴിവ് കൊടുക്കും രാജാവ്. പക്ഷെ ഇവര് വീണ്ടും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് കണ്ടപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്യില്ല, വിഗ്രഹാരാധനയിൽ വരൂല എന്ന് പറഞ്ഞപ്പോ അവർക്കൊരു വാണിംഗ് കൊടുക്കൂലെ, ഇനി നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഇതിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊല്ലുന്നവർക്ക് ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് അവര് ഒരു ഗുഹ, നീക്കായൂസ് എന്നുള്ള ഒരു മലയിലെ ഒരു ഗുഹയിലാണ് അവർ അഭയം തേടുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ ഇടയിൽ ഒരു ആട്ടിടയനും അവരുടെ നായും ഉണ്ടായിരുന്നു. അതേപോലെ ഇവർക്ക് രഹസ്യമായിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അവരുടെ ഇടയിൽ തന്നെ ഒരു തംലീഖ എന്നുള്ള ഒരു പേരുള്ള ഒരാൾ പോയെന്നും അങ്ങനെ പറയുന്നുണ്ട് തഫ്സീറിൽ. എന്തായാലും ഒരു ദിവസം അവര് മടങ്ങി വന്നപ്പോ പറഞ്ഞു, രാജാവ് തിരിച്ചെത്തിയിട്ടുണ്ട്, ഇനി നമ്മുടെ കാര്യം അല്ലെ കഷ്ടാണ് എന്നുള്ള രീതിയിൽ അവര് സംസാരിക്കുകയാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് അവര് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. 10-ാമത്തെ ആയത്തില്
റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം നൽകുകയും ചെയ്യണമെന്ന് അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അവര് ഉറങ്ങി പോവാണ് അല്ലെ. അവര് അതിലോരോ കാര്യങ്ങൾ റബ്ബ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അവരെ ആ ഒരു ഉറക്കം ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചെവികൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അടച്ച് അല്ലെ. റബ്ബിന അല ആസാനിഹി, നമുക്കറിയാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ചെവികൾ ഉണർന്നിരിക്കുന്ന പറയുന്നത് പഠനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ശബ്ദം കേട്ടാൽ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഞെട്ടി എണീക്കും അല്ലെ. അപ്പൊ ഇവർ അത്രയും ഡീപ്പായി അവര് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ, അവർ ഒരു തരത്തിലും ഡിസ്റ്റർബ് ആയി പോകരുത് റബ്ബ് അല്ലെ. അതുകൊണ്ട് എടുത്തു പറയുന്നുണ്ട് എന്താ, അവരുടെ ചെവികൾ നാം അടച്ചു കളഞ്ഞു. അതുപോലെ അവര് ഒരിക്കലും ഒരേ ഒരു കിടപ്പല്ല അവർ കിടന്നത് അല്ലെ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നിട്ടുണ്ട്. റബ്ബ് അങ്ങനെയാണ് അവരെ കിടത്തിയത്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട് അല്ലെ. അതും ഈ പറയുന്ന പോലെ പണ്ഡിതന്മാര് പറയുന്നത്, നമുക്കറിയാം ഒരേ ഒരു പൊസിഷനിൽ കിടക്കുമ്പോൾ ബെഡ് സോർ വരും അല്ലെ. പിന്നെ റബ്ബ് ഉദ്ദേശിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാവൂല. പക്ഷെ ഇവിടെ അവരെ ഒരൊറ്റ കിടപ്പല്ല കിടത്തിയത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് കിടത്തിയെന്ന് റബ്ബ് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ സൂര്യൻ അല്ലെ, സൂര്യൻ ഒരിക്കലും അവരുടെ ഗുഹാമുഖത്തേക്ക് അല്ലെങ്കിൽ അവരൊരിക്കലും സൂര്യന്റെ രശ്മികൾ അവരെ ഏൽറ്റിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതിന്റെ പിന്നിൽ അവർ പറയുന്നുണ്ട് അതുമൂലം വാർദ്ധക്യം, പെട്ടെന്ന് നമ്മളെ വാർദ്ധക്യം ബാധിക്കാൻ കാരണം പറയുന്ന സൂര്യരശ്മി ഏൽക്കുമ്പോഴാണ് പറയുന്നത്. അപ്പൊ ഒരിക്കലും അവരെ സൂര്യരശ്മികൾ ഏൽക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്ത് പറയുന്നുണ്ട് അല്ലെ. എന്നിട്ട് അവര് ഉറക്കത്തിൽ നിന്ന് എണീക്കാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ അവരെന്താ പറയണത്, നമ്മൾ എത്ര അല്ലേ, നമ്മൾ ഉറങ്ങിപ്പോയി, നമ്മൾ എത്ര ഉറങ്ങിപ്പോയി, ഒരു ദിവസം ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി അല്ലേ, അങ്ങനെയാണ് അവര് പറയണത്. അല്ലെങ്കിൽ പകുതിയിലെ ഒരു അല്പഭാഗം. അപ്പൊ പറയും എന്തായാലും നിങ്ങൾ ഒരു കാര്യം, നമുക്ക് വിശക്കുന്നുണ്ട്, അവർക്ക് വിശപ്പ് തോന്നി. അപ്പൊ ഒരു വെള്ളി നാണയം കൊടുത്തിട്ട് അവരിൽ ഒരാള് പോയിട്ട് പറഞ്ഞു, ഞാൻ പതുക്കെ പോയിട്ട് എന്തെങ്കിലും ആഹാരം കിട്ടുമോ നോക്കട്ടെ. അപ്പൊ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബാക്കിയുള്ളവർ, എന്തായാലും രാജാവിന് മുന്നിൽ പെട്ടുകൊണ്ട് കേട്ടോ, പതുക്കെ ശ്രദ്ധിച്ച് പോയാൽ മതി പറയുന്നുണ്ട്. അങ്ങനെ ഇവര് ആ ആഹാരം വാങ്ങാൻ പോയപ്പം അവിടെ നമുക്ക് എല്ലാം മാറിയില്ലേ. അവര് ഉണ്ടായ സമയത്തുള്ള കാര്യങ്ങളൊന്നുമല്ല. ആ ഒരു നാണയം ഈ രാജാവ് ജക്കയ്യാനൂസ് അല്ലെ, രാജാവിന്റെ കാലഘട്ടത്തിലുള്ളതെന്ന് ഇവര് തിരിച്ചറിയാണ് കച്ചവടക്കാര്. അപ്പൊ ഇവര് ആരാന്നുള്ള അന്വേഷിക്കുന്നു. അല്ലെ, അവരുടെ ആ സമയത്തുള്ള രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്തുള്ള രാജാവ് അനുകമ്പയുള്ള ആളായിരുന്നു. അവര് ഈ പറഞ്ഞ പോലെ അവര് ചർച്ച ചെയ്യായിരുന്നു ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ചൊക്കെ. ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു ഇവരുടെ ആ ഒരു വരവ് അല്ലെ, അത് ഗുഹാവാസികളുടെ ഒരു കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഇവരെന്ത് ചെയ്ത് തർക്കമല്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ ഒരു വരവും. ഇവര് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ശരിയാണ്, ഈ രാജാവിന്റെ കാലഘട്ടത്തിലുള്ള ആളുകളാണ്. അപ്പൊ ഇവര് അത്ഭുതപ്പെട്ടു പോവാണ് അല്ലെ. എന്നിട്ട് അവരുടെ പേരിൽ ഒരു പള്ളി വരെ അവര് നിർമ്മിക്കുക, അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ. അവരുടെ പേരിൽ നമുക്കൊരു പള്ളി നിർമ്മിക്കാനൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാണിംഗ് നടക്കുകയാണ് അല്ലെ. നിങ്ങൾ ഒരിക്കലും അവരുടെ എണ്ണം നിങ്ങൾ നോക്കണ്ട. കാരണം എന്താ, അതിലൊരു ഗുണപാഠം ഇല്ല അല്ലെ. നിങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുള്ള പാഠമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനു പകരം നിങ്ങൾ എത്ര പേരാണ് എണ്ണേണ്ട ആവശ്യമില്ല അല്ലെ. ചിലര് പറയും 3 പേരാണ്, ചിലര് പറയും 4 പേരാണ്, 5 പേരാണ്, 6 പേരാന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ അതിലൊരു എണ്ണം നോക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അതിൽ നിന്നുള്ള പാഠം നിങ്ങൾ പഠിച്ചോളൂ എന്നുള്ളത്. പിന്നെന്താ, അടുത്തൊരു പ്രധാന വിഷയം അല്ലെ, നമ്മൾ എന്തൊരു കാര്യം അടുത്തൊരു നിമിഷം നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് ഇൻഷാ അള്ളാ എന്തായാലും പറയണം. ഇനി അങ്ങനെ മറന്നു പോകുന്ന പക്ഷമാണെങ്കിൽ ഓർമ്മ വരുമ്പോൾ അത് പറയണം അല്ലെ. അത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് ഇല്ല. ചിലപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ്, ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ അടുത്ത നിമിഷം തന്നെ എന്ത് ചെയ്യണം, അത് പറയുക തന്നെ വേണം. പിന്നെ അവര് താമസിച്ച വർഷം പറയുന്നുണ്ട് 300 വർഷം, പിന്നെ 9 വർഷം എക്സ്ട്രാ അല്ലെ. പിന്നെ അതുപോലെ അടുത്തത് പറയുന്നത്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർമ്മയിൽ കഴിയുന്നവരുടെ കൂടെ അല്ലെ, തങ്ങളുടെ രക്ഷിതാവിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് കാലത്ത് വൈകുന്നേരം അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ അവരുടെ കൂടെയാണ് നീ കൂടേണ്ടത്. അതേ സമയത്ത് രക്ഷിതാവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ടല്ലോ, അതേപോലെ ഈ ഐഹിക ജീവിതത്തിലെ കളിയിലും വിനോദത്തിലും മറന്നു ജീവിക്കുന്നവര്, അവരുടെ കൂടെ നീ പോവരുത് അല്ലെ. അങ്ങനെ പോവാണെങ്കിലോ നീ എതിരവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിരു കവിഞ്ഞായിരിക്കുകയോ ചെയ്തു, അവനെ നീ അനുസരിച്ച് പോകരുത്. അങ്ങനെ പോയാൽ അവർ തന്നെയാണ് നഷ്ടക്കാരെന്നും കൂടി റബ്ബ് പറയാണ്. പിന്നെ അതുപോലെ സൽക്കർമ്മം പ്രവർത്തിച്ചവർക്ക് നല്ലത് അല്ലെ, അവർക്ക് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി കളയില്ല. അതേ സമയത്ത് മറ്റവർക്ക് ആ ഒരു നേരെ ഓപ്പോസിറ്റ്, അവർക്ക് നരകം അല്ലെ, വഴി വീഴ്ച പോയവർക്ക്. പിന്നെ ആ ഒരു വിഷയം കഴിഞ്ഞിട്ട് പറയുന്നത്,
നമ്മുടെ ഒരു രണ്ടുപേരുടെ വിഷയം പറയുന്നുണ്ട് അല്ലെ. തോട്ടം നൽകിയിട്ടുള്ള റബ്ബ്, അതിൽ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാൾ അതിര് കവിഞ്ഞു അല്ലെ. അത് അവന്റെ ഒരു എന്താ പറയാ, അവന്റെ എന്താ കഴിവുകൊണ്ടാണ് ഇതെല്ലാം കിട്ടിയത്. ഇനി അഥവാ എന്താ നശിച്ചു അല്ലെ, ഇവിടുന്ന് പോയാലും അവിടെ ചെന്നിട്ട് അല്ലെ പരലോകത്ത് ഇതിനെക്കാട്ടും ഉത്തമമായിട്ട് എനിക്ക് കിട്ടുന്നുള്ളത് അവൻ വിചാരിച്ചു. പക്ഷെ എന്താ ചെയ്യാ, മറ്റേ സുഹൃത്ത് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ, അങ്ങനെയൊന്നും പറയരുത്. കാരണം മണ്ണിൽ നിന്ന് അല്ലെ നിന്നെ അവര് പറയുന്നുണ്ട്, നിന്നെ മണ്ണിൽ നിന്നും അതേപോലെ ബീജത്തിൽ നിന്നും നിന്നെ സൃഷ്ടിക്കുകയും പിന്നീട് നിന്നെ പുരുഷനായിട്ട് സംവിധാനിക്കുകയും ചെയ്തവരെ നീ അവിശ്വസിച്ചിരിക്കുകയാണ്. നീ എന്താ ഈ പറയണത്? അള്ളാഹുല് അവിശ്വസിച്ചിരിക്കുകയാണ്. നിനക്ക് ചിലപ്പോൾ എന്നെക്കാട്ടി എന്താ കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ ഇങ്ങനെയാണ് നീ പെരുമാറേണ്ടത്. അള്ളാഹിനോട് വിനയത്തോടെ നീ പെരുമാറണം അല്ലെ. എന്നാൽ അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ റബ്ബിനോട് പങ്കു ചേർക്കില്ല എന്നും ആ ഒരു സുഹൃത്ത് പറയുന്നുണ്ട് അല്ലെ. എന്നിട്ട് ഇനിയിപ്പോ നിനക്ക് പറഞ്ഞുകൂടെയായിരുന്നോ എന്താ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലെ, മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ, ഇങ്ങനെയായിരുന്നു നീ പറയേണ്ടിയിരുന്നത്. പക്ഷെ നീ എന്താ ധിക്കാരിയായിട്ട് മാറുകയാണ് ചെയ്തത്. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്താ ഈ തോട്ടം നശിച്ചു പോയേനെ അല്ലെ. പിന്നെ അപ്പൊ എന്താ ഈ അല്ലെങ്കിൽ അതിലെ വെള്ളം ഒരിക്കലും നിനക്ക് തേടിപ്പിടിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത വിധം വറ്റിപ്പോയെന്നും വരാം. അപ്പൊ അതൊന്നും ഇയാള് സമ്മതിച്ചു കൊടുത്തില്ല അല്ലെ. അവസാനം എന്താ ഇവര് പറഞ്ഞ പോലെ തന്നെ അവര് തോട്ടം ഒന്നായിട്ട് നശിച്ചു പോയി അല്ലെ. അപ്പോഴാണ് എന്താ നഷ്ടബോധത്താൽ കൈമലർത്തുന്നതായി തീരുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? എന്റെ രക്ഷിതാവിനോട് ആരെയും ഞാൻ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ മനുഷ്യൻ പറയല്ലേ. ഇനിയിപ്പം പറഞ്ഞിട്ട് എന്താ അല്ലെ. അതിനുമുമ്പ് ആ സുഹൃത്ത് വാൺ ചെയ്തിരുന്നു, നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് അല്ലെ, റബ്ബിനോട് നീ വിനയത്തോടെ അവന് പങ്കു ചേർക്കരുത്, ഇതെല്ലാം നിന്റെ കഴിവാ, നീ അഹങ്കരിക്കരുത്, ഇതെല്ലാം റബ്ബ് നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹമാണ്, നീ കണ്ടറിയണം എന്നൊക്കെ നല്ലൊരു ഉപദേശം ആ ഒരു സുഹൃത്ത് നൽകിയിരുന്നു അല്ലെ. പക്ഷെ ആ ഒരു ഉപദേശങ്ങളൊക്കെ എന്താ വിഫലമായി പോയി. പിന്നെ അതുപോലെ ആ ഒരു സമയമില്ലേ, ആ ഒരു വന്നപ്പം ആ തോട്ടം ഒന്നായിട്ട് നശിച്ചു പോയി. പിന്നെ പറയണത് അടുത്തല്ലേ അൽമാലു വൽബനൂന സീനത്ത് അല്ലെ. അതായത് ഈ ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങളാണ് എന്തൊക്കെ? സ്വത്തും സന്താനങ്ങളും അല്ലെ. സ്വത്തും സന്താനങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷെ അത് വെറും അലങ്കാരമായിട്ട് തന്നെ നീ കണക്കാക്കണം. അതില് മതി മറന്നു പോകണ്ട അല്ലെ. എന്റെ മക്കളെ കണ്ടിട്ടും അതേപോലെ സ്വത്ത് കണ്ടിട്ടും ഒന്നും ഇങ്ങനെ അഹങ്കരിച്ചു പോകണ്ട. കാരണം അള്ളാഹുവിൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് ഏറ്റവും അല്ലെ ഉത്തമമായിട്ട് പ്രതിഫലമുള്ളതും ഉത്തമമായിട്ട് പ്രതീക്ഷ നൽകുന്നത്. അപ്പൊ ഇതെല്ലാം വെറും സീനത്ത് തന്നെയാണ്. മക്കളാവട്ടെ സമ്പത്താവട്ടെ, അപ്പൊ അതില് നീ മറന്നു പോകരുത്, മറന്നു പോകരുത്. റബ്ബിന്റെ അടുത്താണല്ലേ ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രതിഫലമുള്ളത്. ബാക്കി നിൽക്കുന്നത് എന്താണ്? സ്വാലിഹാത്ത് ഖൈർ അല്ലെ, നല്ല സൽക്കർമ്മങ്ങളാണ് റബ്ബിന്റെ അടുത്ത് ബാക്കി നിൽക്കുന്നത്. പിന്നെ അതേപോലെ യൗമുൽ ഖിയാമയെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് കർമ്മരേഖ കൈ കിട്ടിയവല്ലേ അവരും പറയുന്ന അവിശ്വാസി അല്ലെങ്കിൽ സത്യനിഷേധിയുടെ കയ്യിൽ കിട്ടുമ്പോ എന്താ പറയുന്നത്? ഒന്നും അല്ലെ, കുറ്റവാളികൾ അതിലുള്ളതിനെ പറ്റി അവര് കുറ്റവാളികൾ തങ്ങളുടെ കർമ്മരേഖ നോക്കുമ്പോ എന്താ പറയാ? അയ്യോ ഞങ്ങൾക്ക് നാശം അല്ലെ, ഇത് എന്ത് രേഖയാണ്, ചെറുതോ വലുതോ ആയിട്ട് ഒന്നും തന്നെ ഇതില് കൃത്യമായി രേഖപ്പെടുത്താതെ വിട്ട് കളഞ്ഞിട്ടില്ലല്ലോ അല്ലെ. എല്ലാം തങ്ങൾ പ്രവർത്തിച്ച ഒരു ചെറിയൊരു കാര്യം പോലും റബ്ബെന്താ വിട്ടുപോയിട്ടില്ല. ഒരു കടുകുമണി പോലും എന്താ റബ്ബത് വിട്ടുപോയിട്ടില്ല. അതേപോലെ ഒന്നും രേഖപ്പെടുത്താതെ ഇരുന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താ അവര് വിലപിക്കുകയാണ് അല്ലെ. പിന്നെ വീണ്ടും ആദം നബി അലൈഹി സ്വലാമിന്റെ ഒരു ചെറിയൊരു പറയുന്നുണ്ട് അല്ലെ, സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇബ്ലീസ് എന്താ സുജൂദ് ചെയ്തിട്ടില്ല, പിന്നെ അവൻ ധിക്കാരിയായിട്ട് മാറി. പിന്നെ അതുപോലെ റബ്ബ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്താ പറയുന്നത്? അവനും അവന്റെ സന്തതികളും പിന്നെ നിങ്ങൾക്ക് ശത്രുക്കളാണ് അല്ലെ. അവര് നിങ്ങൾ ഒരിക്കലും രക്ഷാധികാരിയാക്കി മാറ്റുകയും ചെയ്യരുത്. പിന്നെ അതുപോലെ വീണ്ടും പറയുന്നുണ്ട്, ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ധാരാളം ഉപമകൾ ഈ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പിന്നെ അവസാനം പറയുന്നത് എന്താ? നമ്മള് മൂസാ നബി അലൈഹി സ്വലാമിന്റെയും അതുപോലെ ഖിളർ നബിയുടെയും ഒരു കഥ പറയുന്നുണ്ട് അല്ലെ. അത് പറയുന്നത് എന്താ പറയാ, മൂസാ നബി അലൈഹി സ്വലാമിന് ഖിളർ നബിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പം മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ഭൃത്യനും കൂടി പോകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ വെച്ചാൽ, അവരുടെ കയ്യിലൊരു മത്സ്യമുണ്ട്. ആ മത്സ്യം എവിടെയാണ് അവരുടെ കയ്യിൽ നിന്ന് വഴുതി വീഴുന്നത് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ അല്ലെ അടിയനായിട്ടുള്ള എന്താ പറയുന്നത് ഖിളർ നബിയെ നിനക്ക് കാണാൻ പറ്റും എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ അവര് സംസാരിച്ചു കുറേ ദൂരം പോകുന്ന ഇടയിൽ അവരെന്താ ആ ഒരു കാര്യം അല്ലെ, മത്സ്യത്തിന്റെ കാര്യം അവർ മറന്നുപോയി. അത് കടലിൽ ചാടിയിട്ട്
പോയില്ലേ, പോയിരുന്നു. പക്ഷെ എന്നിട്ട് അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വീണ്ടും ഒരു മുന്നോട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവര് ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുത്തപ്പോഴാണ് ഭൃത്യം പെട്ടെന്ന് പറഞ്ഞത്, താങ്കൾ കണ്ടു നാം ആ പാറക്കല്ലിൽ അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ ആ മത്സ്യത്തെ മറന്നുപോകുക തന്നെ ചെയ്തു. അത് പറയാൻ എന്നെ മറപ്പിച്ചത് പിശാചല്ലാതെ മറ്റാരുമില്ല. അപ്പൊ അതിന് പഠിക്കേണ്ട പാഠം എന്താണ്? ഒരു കാര്യം നമ്മൾ മറപ്പിക്കുന്നത് ആരാണ്? അത് പിശാച് തന്നെയാണ് അല്ലെ. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ ശരണം തേടുക. പിന്നെ അങ്ങനെ അവരെന്താ വീണ്ടും ആ ഒരു പഴയ അവരുടെ ആ കാലടിപ്പാട് നോക്കിയിട്ട് വീണ്ടും പിന്നോട്ട് പോവാണ് അല്ലെ. അങ്ങനെ അവിടെ വെച്ചിട്ട് മത്സ്യം ചാടിപ്പോയ സ്ഥലത്ത് വെച്ചിട്ട് ഖിളർ നബിയെ, ഖിളർ നബിയുടെ പേരൊന്നും പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ല. പിന്നെ അബ്ദൻ മിൻ ഇബാദിന അല്ലെ, ഫവജദ അബ്ദൻ മിൻ ഇബാദിന എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? നമ്മുടെ ദാസന്മാരിൽ ഒരാളെ കണ്ടെത്തിയെന്നേ പറയുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് നാം നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം നൽകുകയും നമ്മുടെ പക്കലിൽ നിന്നുള്ള ഒരു ജ്ഞാനം നൽകുകയും ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഖിളർ നബി പറയുന്നുണ്ട് അല്ലെ, മൂസ നബി പറയുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങയിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഖിളർ നബി പറയും അത് നിനക്ക് ക്ഷമിച്ച് എന്റെ കൂടെ കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നിനക്ക് അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് നീ എങ്ങനെ ക്ഷമിച്ച് കഴിയാൻ പറ്റുമെന്ന് പറയും. അപ്പൊ മൂസ നബി പറയും അത് താങ്കൾക്ക് എന്താണ് അള്ളാഹ് ഉദ്ദേശിച്ചാൽ എന്നെ എന്താ ക്ഷമയുള്ളവനായിട്ട് ക്ഷമിച്ചു കഴിയാൻ പറ്റുന്ന ആളുകളിൽ ഒരാളായിട്ട് നിനക്ക് താങ്കൾക്ക് കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഖിളർ നബി പറയും അല്ലെ, ഞാനൊരു കാര്യം ചെയ്താൽ അത് ഞാൻ അതിന് ഉത്തരം പറയുന്നവരെ എന്നോടൊന്നും ചോദിക്കരുത് അതിനെ പറ്റിയിട്ടുള്ള. അപ്പൊ ആയിക്കോട്ടെ എല്ലാം സമ്മതിച്ചിട്ട് മൂസ നബി അലൈഹി സ്വലാം ഖിളർ നബിയുടെ കൂടെ പോവാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവരൊരു കപ്പലിൽ കയറുന്നുണ്ട് അല്ലെ. ആ കപ്പലിനെ ഇവര് ഓട്ടയാക്കുന്നുണ്ട്, ഖിളർ നബി ഓട്ടയാക്കുന്നുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ മറന്നുപോയി മൂസ നബി, എങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. എന്നിട്ട് മൂസ നബി പറയും ഇത് എന്ത് ഈ കാണിച്ചിരിക്കുന്നത്, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അല്ലേ, താങ്കൾ ചെയ്തത് ഒരു ഗുരുതരമായ ഒരു കാര്യം തന്നെയാണെന്നാണ് മൂസ നബി പറയാ. അപ്പൊ ഖിളർ നബി പറയില്ലേ, ഞാൻ പറഞ്ഞില്ലേ താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ മൂസ നബി പറയില്ലേ, ഞാൻ മറന്നുപോയതാണ്, ആ ഒരു മറന്നുപോയ കാര്യത്തിൽ എന്നെ പിടികൂടല്ലേ, ഞാൻ ഇനി ക്ഷമിച്ചോളാന്ന് പറയും. അങ്ങനെ വീണ്ടും കുറച്ച് കഴിഞ്ഞ് നടന്നിങ്ങനെ പോയ സമയത്ത് ഇതൊന്നും പെട്ടെന്നാവില്ല അല്ലെ, കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാവും എന്തായാലും. അദ്ദേഹം ഖിളർ നബി ഒരു ബാലനെ കൊല്ലുകയാണ് അല്ലെ. അപ്പൊ മൂസ നബിക്ക് വീണ്ടും സഹിക്കാൻ പറ്റിയില്ല. മൂസ നബി എടുത്തു ചോദിക്കും, നിർദോഷിയായിട്ടുള്ള ഒരാളെ മറ്റൊരാൾക്ക് പകരമല്ലാതെ താങ്കൾ കൊന്നുവോ? തീർച്ചയായിട്ടും നിഷിദ്ധമായ ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് തട്ടിക്കയറുന്ന രീതിയിലുള്ള അതാണ് 74-ാമത്തെ ആയത്തില് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്തത് മുതൽ 16-ാമത്തെ ജുസുമാണ്. അപ്പം 74 വരെ ആണ് സൂറത്തുൽ കഹ്ഫ്, 74 വരെയാണ് ഈ ജുസുകൾ ഉള്ളത്. പിന്നെ കുറച്ചെങ്കിലും കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നും കൂടി പറയാണ്. പിന്നെ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.